ഗോൽക്കൊണ്ട ഫോർട്ട് ഹൈദരാബാദ്. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹൈദരാബാദിലെ എൻ്റെ ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഫോർട്ടിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മറ്റു 4 സ്ഥലങ്ങൾ കൂടി വിസിറ്റ് ചെയ്തിരുന്നു. ഫോർട്ടിലെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ. ഞാനിവിടെ ടിക്കറ്റ് എടുക്കുമ്പോഴേക്ക് നിങ്ങൾ ആ സ്ഥലങ്ങളോടൊന്ന് കണ്ടിട്ട് വരി. എൻ്റെ ലിസ്റ്റിലെ ആദ്യത്തെ സ്ഥലം NTR ഗാർഡൻ കണ്ടിട്ട് തുടങ്ങാമെന്ന് കരുതി. ഞാൻ ഗാർഡനകത്തേക്ക് കയറിയപ്പോൾ അധികം ആളുകളൊന്നുമില്ല കേട്ടോ. വളരെ ഒഴിഞ്ഞ് കിടക്കുന്നു. രാവിലെ 9:30 അതുകൊണ്ടാവും അധികം ആളുകളൊന്നും ഇല്ലാത്തത്. ഗാർഡൻ്റെ കവാടം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. വരിയായിട്ട് നമ്മളെ കൈകൂപ്പി നമസ്കാരം ചെയ്ത് വെൽക്കം ചെയ്യുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ഒരു ഡിസൈൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എനിക്ക് അങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തത്. നമ്മൾ ഈ ഗാർഡനിൽ ഇങ്ങനെ നിന്നിട്ട് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു തല കാണാത്താണ്ട. സെക്രട്ടേറിയറ്റാണ് അത്, തെലങ്കാന സെക്രട്ടേറിയറ്റാണ്. അവിടെ നിന്നും ഇറങ്ങി തൊട്ടപ്പുറത്തെ NTR അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് ഞാൻ പോയത്. ഇത് ഏകദേശം 55 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ NTR എന്ന് പറയുന്നത് മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുടെ പേരാട്ടോ. NT രാമറാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ സാഗർ ലേക്കാണ്, സാഗർ തടാകമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റും ഈ റൂട്ടിൽ തന്നെയാണുള്ളത്. ലുബിനി പാർക്കും ഈ റൂട്ടിലാണുള്ളത്. ലുബിനി പാർക്കിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധ സ്റ്റാച്യൂയും കാര്യമൊക്കെ കാണാൻ വേണ്ടി കഴിയും. ലേക്കിലൂടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിരിക്കും. പക്ഷേങ്കിൽ ഞാനത് നൈറ്റിലാണ് കയറാൻ വേണ്ടി കരുതുന്നത്. ഇപ്പോൾ പകൽ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്യാണ്ട്, 8ഓളം സ്ഥലങ്ങൾ കവർ ചെയ്യാണ്ട്. ഇത് നമ്മളുടെ ആദ്യത്തെ സ്ഥലമാണ്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നമുക്ക് നേരത്തെ ഇറങ്ങിയാൽ മാത്രമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളോടും കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അടുത്ത അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ടവരിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തിടുക. ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യം പോലെ ഒഴിവുള്ള സമയങ്ങളിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. തൊട്ടടുത്തുള്ള പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി. പാർക്കിനകത്തേക്ക് കയറാതെ കുറച്ച് നേരം ഈ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. നല്ല രസമായിരുന്നു. ഒന്നാം മതിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പാർക്കിൻ്റെ നല്ല ഡിസൈനായിട്ടുള്ള മതിലാണ്. അതുപോലെ തന്നെ നേരെ മുന്നിൽ സാഗർ തടാകമാണ്. അതും തന്നെ ഒരുപാട് നേരം നോക്കി നിന്നു. അവിടെ ഫ്ലാഗും പറക്കുന്നുണ്ട്. പാർക്കിനകത്തേക്ക് കയറുവാണ്. ഇവിടെ നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമ്മളെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റുള്ളൂ. നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്യാമറ അലോഡില്ല. ക്യാമറയൊക്കെ ഞാനിവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കുകയാണ്. ക്യാമറയല്ല, ഇതിപ്പോൾ മൊബൈലിലാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത്. പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ 2 ബസ്സിന് വന്ന് ഇറങ്ങിയിട്ടുള്ള പിള്ളേരാണിത്. അത് NTRൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഗാർഡനിലെ പോലെയല്ല. ഇവിടെ ഒരാൾക്ക് 20 രൂപ എൻട്രി ഫീസ് ഉണ്ട്. ഇത് കണ്ട കവാടം നല്ലൊരു കൊക്കാണ്. കൊക്കിൻ്റെ കാലിൻ്റെ ചോട്ട് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ നല്ല വർക്കാട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് 2 ചെറിയ പിരമിഡുകൾ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമാണ് അതും തന്നെ കാണാൻ. അതുപോലെ തന്നെ ഇവിടുന്ന് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാച്ചു കാണാം. അത് അംബേദ്കർ സ്റ്റാച്ചു ആണ്. അതിനടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. പാർക്കിനകത്ത് നമുക്ക് ആദ്യം തന്നെ കാണാൻ വേണ്ടി കഴിയാം മനോഹരമായുള്ള പൂന്തോട്ടമാണ്. അതുപോലെ തന്നെ കുറച്ച് ദൂരെയായിട്ട് കാണുന്ന സെക്രട്ടേറിയറ്റ്. പിന്നെ ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ മേലിലൂടെ പോകുമ്പോൾ തന്നെ ഒരു ഫോറസ്റ്റ് വൈബ് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഫീൽ ആവും. അതുപോലെ തന്നെ നല്ല മനോഹരമാണ് കാണാൻ. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് എന്നേക്കാൾ സമയം ഇവിടെ ചിലവാകും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഏറെ ചിലവാകും. കാരണം അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർക്ക് തന്നെയാണിത്. ഹൈദരാബാദിലേക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ ഒരിക്കലും NTR ഗാർഡനും അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നും മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നമ്മൾ വന്നിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്ന് തന്നെയാണിത്. പിന്നെ പാർക്കിനകത്ത് കണ്ടൊരു ടോയ് ട്രെയിനാണിത്. ടോയ് ട്രെയിൻ കാണാൻ തന്നെ വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നാണത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു മ്യൂസിയത്തിൽ വെക്കാൻ പറ്റുന്ന കോലത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. പാർക്കിൽ നിന്നും ഇറങ്ങി രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ദോശ ഉണ്ടായിരുന്നു. 2 ദോശ കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടിയുള്ളൂ. ചായ കുടിച്ച് അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അംബേദ്കറിൻ്റെ ഈ ഒരു പ്രതിമ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 125 അടി ഹൈറ്റാട്ടോ ഇതിന്. നല്ല ഹൈറ്റാണ് കാണാൻ. ഇത് നൈറ്റ് വ്യൂ ഉണ്ടാവും. നല്ല രസമായിരിക്കും. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാവും കാണാൻ. അകത്തേക്ക് ആരും കയറുന്നൊന്നും കാണാനില്ല. ഗേറ്റൊക്കെ അടച്ചിട്ടേക്കാണ്. അവിടെ നിന്നും പിന്നെ ഞാൻ പോയത് ബിർള മന്ദിർ, ബിർള പ്ലാനറ്റോറിയം, ബിർള മ്യൂസിയം. ഈ 3 കാണാൻ വേണ്ടി. ഇത് 3 അടുത്തടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത്.
ഹൈദരാബാദിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത 3 സ്ഥലങ്ങളാണിത്. എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ക്യാമറ അലൗഡല്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾ എന്തായാലും ഹൈദരാബാദ് വരുമ്പോൾ ഈ സ്ഥലങ്ങൾ കാണണം. ഇത്രയും സ്ഥലങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഫോർട്ടിലേക്ക് എത്തുന്നത്. ഫോർട്ടിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഇത് ഗോപ്രോ ആണോ എന്ന് ചോദിച്ചു. ആ ഗോപ്രോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വീഡിയോ ഒന്നും എടുക്കണം, വീഡിയോ ഒന്ന് എങ്ങനെ ഷൂട്ട് ചെയ്യാന്നൊക്കെ ചോദിച്ചപ്പോൾ ക്യാമറ കയ്യിൽ കൊടുത്താണ്. ടിക്കറ്റ് കിട്ടി. ഇവിടെ എന്താ വെച്ചാൽ ടിക്കറ്റിൽ നമുക്ക് ക്യാമറ അലൗഡ് ഒന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. വരും ക്യാമറൻ്റെ പൈസയും കൂടി നമ്മൾ കൊടുക്കണം, 25 രൂപ. ക്യാമറയ്ക്ക് 25 രൂപയാണ്. പിന്നെ ഇതിന് മുന്നേ നമ്മളെ വ്ളോഗിങ് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഒന്ന് ക്യാമറ ഒക്കെ ചെക്ക് ചെയ്ത് ക്യാമറയിൽ വീഡിയോ ഒക്കെ എടുത്ത് കോട്ടൻ്റെ അകത്തേക്ക് കയറുവാണ്. ഈ മതിൽ കണ്ട, ഈ മതിൽ തന്നെ ഏകദേശം ഒരു 20 അടിയോളം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ നല്ല കല്ലുകൊണ്ട്, നല്ല സൈസ് കല്ലുകൊണ്ട് പടുത്തുയർത്തി വെച്ചേക്കുവാണ്. സിമൻറ്റ് തന്നെയാണ് ഇവിടെയൊക്കെ കാണുന്നത്. പിന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗമായിട്ട് സിമൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവാം, എന്തോ അറിയില്ല. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയ ഹൈറ്റിൽ ആ ഒരു 30 അടീൻ്റെ മേലെ പോയിട്ടുണ്ടാവും ഈ ഒരു ഗോപുരം എന്ന് പറയുന്നത്. ഇവിടുത്തെ കവാടവാതിൽ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഒരു 2 ആളെ ഹൈറ്റിലാണ് ഈ ഒരു കവാടവാതിലുള്ളത്. നല്ല കുറ്റിയുറപ്പുള്ള സാധനമാണ്. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഗോൽക്കൊണ്ട ഫോർട്ടിൽ ധാരാളം ആളുകളുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ മേലേക്കൊക്കെ എത്രങ്ങാനും ഹൈറ്റ്, അത് എത്രയോ ഹൈറ്റിലാണ് ഈ ഒരു വർക്ക് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന പല ആളുകളും ആ കാണുന്ന സെൻറ്റർ ഭാഗത്തേക്ക് നോക്കിയിട്ട് കൃത്യമായ സെൻറ്ററിൽ നിന്നിട്ട് കൈ കൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് സാധാ രീതിയിൽ തന്നെ വരുന്നത്. അതിൽ എനിക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല. പിന്നെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ കണ്ണുകൊണ്ടറിയുന്നത് പോലെ തന്നെ മനസ്സുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഏറെ അതിശയത്തോടെ കണ്ടാസ്വദിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഫോർട്ടിനകം വളരെ വൃത്തിയോടുകൂടി പരിപാലിക്കുന്നു. നല്ല പൂക്കളും ഗാർഡനൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട് ഹൈദരാബാദ്. ഫോർട്ടിൻ്റെ ഒരു സൈഡിലെ ബിൽഡിങ്ങിലേക്ക് നോക്കിയപ്പോൾ അതിൽ ഇരുമ്പ് കമ്പികളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു. അക്കാലങ്ങളിൽ ഇരുമ്പ് കൊണ്ട് ഉപയോഗിച്ചിരുന്നോ എന്നുള്ളത് വല്ലാത്തൊരു സംശയം എൻ്റെ മനസ്സിൽ അന്ന് ഓടി വന്നു. അതിന് വലിയ പഴക്കം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു അത് അതിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് എന്ന്. ഈ ഫോർട്ടേ ഫുള്ള് കാണുമെന്ന് പറയാൻ ടാസ്ക് തന്നെയാണ്. കാരണം ഇത് അത്യാവശ്യമുണ്ട്, വലിയൊരു ഫോർട്ടാണ്ടോ. പല ഘടനകളായിട്ടാണ് ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കവാടത്തിൽ നിന്നും അത്യാവശ്യം ദൂരം നടന്നു പോന്നാൽ മാത്രമാണ് വലിയൊരു ബിൽഡിങ്ങിനകത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ തൂണുകളും മേൽഭാഗങ്ങളൊക്കെ വളരെയധികം ദ്രവിച്ച അവസ്ഥയിലാണ് കാണാൻ വേണ്ടി സാധിക്കുക. നിരവധി സന്ദർശകർ വരുന്ന സ്ഥലമായതുകൊണ്ടാവാം പലയിടങ്ങളിലും സെക്യൂരിറ്റി ക്യാമറകളും സെക്യൂരിറ്റികളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബിൽഡിങ്ങിൻ്റെ മേൽഭാഗമൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അതിശയമായിരുന്നു. ആ ഒരു ഓവൻ ഷേപ്പൊക്കെ അക്കാലങ്ങളിൽ അവർ ചെയ്തു തീർത്തത് വല്ലാത്തൊരു അതിശയകരമായ കാഴ്ചയാണ്. ബിൽഡിങ്ങിൻ്റെ ഒരു വശത്തേക്ക് നീങ്ങിയപ്പോൾ വളരെ ആളൊഴിഞ്ഞ പ്രദേശം. അവിടേക്ക് നീങ്ങുന്തോറും ഇരുട്ടിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നു. ഇരുട്ടിൻ്റെ ഭാഗത്തേക്ക് ഞാൻ വല്ലാതെ അങ്ങ് നീങ്ങി പോവുകയായിരുന്നു. കാരണം അവിടെയൊക്കെ വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയായിരുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴാണ് അതിനകത്ത് ഒരുപാട് വവ്വാലുകളുടെ ശബ്ദം കേട്ടത്. ധാരാളം വവ്വാലുകൾ കുടികൊള്ളുന്ന ഒരു സ്ഥലമാണിത്. ഈ കോട്ട യഥാർത്ഥത്തിൽ കക്കതീയ സാമ്രാജ്യത്തിൻ്റെ പ്രതാപരുദ്ര നിർമ്മിച്ച ഒരു ചെറിയ മൺകോട്ടയായിരുന്നു. കോട്ടയുടെ മറ്റൊരു വശത്തിലൂടെ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തീ കത്തിക്കാനുള്ള ഹോളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6ഓളം രാജവംശങ്ങൾ ഭരിച്ച ഒരു വലിയൊരു ഫോർട്ടാണ്, വലിയൊരു കൊട്ടാരമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നീട് കോട്ടയിൽ നിന്നും നേരെ കോട്ടയുടെ നടുമുറ്റത്തേക്കാണ് നാം ഇറങ്ങിച്ചെല്ലുക. അവിടെ ഒരുപാട് പേർക്ക് നിൽക്കുവാനുള്ള വലിയൊരു ഗ്രൗണ്ട് സ്പേസ് തന്നെ ഉണ്ടായിരുന്നു. കോട്ടയുടെ പല ഭാഗങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു കോട്ടയും നഗരവുമായിരുന്നു. 6ഓളം രാജവംശങ്ങൾ ഈ ഒരു കോട്ട ഭരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കക്കാത്തിയ രാജവംശം, മസ്നൂരി നായക്കാർ, ബമ്മസി സുൽത്താൻമാർ, കുത്തബത്ത് ഷാജി രാജവംശം, മുഗൾ സാമ്രാജ്യം, അസഫ് ജാഹി രാജവംശം. അക്കാലങ്ങളിൽ ഈ ഒരു കോട്ടയുടെ പേരും ചൊല്ലി ഈ രാജവംശങ്ങളെല്ലാം എത്രത്തോളം പടപൊരുതിയിട്ടുണ്ടാവും. അതൊക്കെ ആലോചിച്ച് നാം ഈ ഒരു വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെയധികം അതിശയത്തോടെ നാം ഇതൊക്കെ നോക്കിക്കാണും. അക്കാലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നതാവാം എന്നുള്ള തരത്തിൽ 3 ബീരങ്കികൾ അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ഏകദേശം കോട്ടയുടെ പകുതിയോളം കയറിപ്പോന്നപ്പോൾ ഹൈദരാബാദിൻ്റെ മനോഹരമായ ചെറിയൊരു വ്യൂ നമുക്ക് കിട്ടിത്തുടങ്ങി. കുറച്ചുകൂടി കയറിപ്പോന്നപ്പോൾ വിശാലമായി പരന്നു കിടക്കുന്ന ഹൈദരാബാദിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, ഏറെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. ചെറു ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കോട്ടയുടെ അടിഭാഗം മുഴുവനും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനിയും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് ഒരു വെള്ളയായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോട്ടയുടെ മുകളിലായിട്ട് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിലൂടെയുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കോട്ടയുടെ ഏറ്റവും ടോപ്പിലേക്ക് നാം എത്തിച്ചേരും. കോട്ടയുടെ ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഭാരതാരി ഫോർട്ടാണ് ഈ കാണുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കും. മുകളിലേക്ക് കയറാനും ഇറങ്ങാനും 2 തരം സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വളരെ ഇടുങ്ങിയതും മറ്റൊന്ന് കുറച്ച് വീതി കൂടിയതുമാണ്. ഇത് ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് ഇറങ്ങാനും കയറാനും വേണ്ടി സാധിക്കുന്നതാണ്. വളരെയധികം കുത്തനെയോടുകൂടി നിർമ്മിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ്. വളരെ സമ്പന്നമായ ഗോൽക്കൊണ്ട ഫോർട്ടിൽ കോഹിനൂർ, ഹോപ്പ് ഡയമണ്ട്, ദരിയ-ഇ-നൂർ എന്നിങ്ങനെ ഒട്ടനവധി ഖനനങ്ങളും സമ്പന്നമാക്കുന്ന രീതിയിൽ കച്ചവടങ്ങളും നടത്തിയിരുന്നു. ഒരുപാട് രാജവംശങ്ങൾ ജീവിച്ചു മരിച്ച ഒരു ഫോർട്ടാണ് ഗോൽക്കൊണ്ട ഫോർട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു ഫോർട്ടിൽ നിൽക്കുമ്പോൾ വളരെയധികം ഭാഗ്യവാനാണ് എന്ന് തോന്നിപ്പോകുന്നു. ഭാരതാരിയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ മൊത്ത ഫോർട്ടും അതുപോലെ മൊത്ത ഹൈദരാബാദും കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ലൊരു കമൻറ്റും പ്രതീക്ഷിക്കുന്നു.